ഗ്രാമീണ ജനതയെ പൂർണ്ണമായും ബാങ്കിംഗ് മേഖലയിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2014 നചികേത് മോർ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2015 പേയ്മെന്റ് ബാങ്കുകൾ തുടങ്ങാൻ കർശന നിയന്ത്രണങ്ങളോടെ RBI അനുവാദം നൽകിയത്. ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമല്ലാത്ത സാധാരണക്കാർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കും താഴ്ന്ന വരുമാനമുള്ളവർക്കും അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക, ചെറുകിട നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, രാജ്യത്ത് ഡിജിറ്റൽ പേപ്പർ രഹിത ഇടപാടുകൾ വർദ്ധിപ്പിക്കുകയും ഗ്രാമപ്രദേശങ്ങളിൽ പണമിടപാടുകൾ എളുപ്പമാക്കുകയും ചെയ്യുക, ബാങ്ക് ശാഖകളില്ലാത്ത വിദൂര ഗ്രാമങ്ങളിൽ മൊബൈൽ ഫോണുകളുടെയും മറ്റും ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുക തുടങ്ങിയവയായിരുന്നു ലക്ഷ്യങ്ങൾ. ഇതിന്റെ ഭാഗമായി 2017 ജനുവരിയിൽ എയർടെല്ലാണ് രാജ്യത്തെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് തുടങ്ങിയത്. പേയ്മെന്റ് ബാങ്കുകൾ ആരംഭിച്ചപ്പോൾ 11 അപേക്ഷകർക്കാണ് RBI ലൈസൻസ് നൽകിയത്. എന്നാൽ ഇതിൽ ടെക് മഹേന്ദ്ര, ചോളമണ്ഡലം ഡിസ്ട്രിബ്യൂഷൻ സർവീസസ്, സൺ ഫാർമ എന്നിവ പിന്മാറി. ആദിത്യ ബിർള ഐഡിയ പേയ്മെന്റ് ബാങ്ക് 2019 സേവനം അവസാനിപ്പിച്ചു. ഇപ്പോഴുള്ളത് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, ഫിനോ പേയ്മെന്റ്സ് ബാങ്ക്, ജിയോ പേയ്മെന്റ്സ് ബാങ്ക്, NSDL പേയ്മെന്റ്സ് ബാങ്ക് എന്നിവയാണ്. നിലനിൽപ്പിനായി പേയ്മെന്റ് ബാങ്കുകളെല്ലാം സ്മോൾ ഫിനാൻസ് ബാങ്കുകളായി മാറാനുള്ള തത്രപ്പാടിലാണ്.